ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കോഴിക്കോട്ട ഉണ്ടാക്കിയാലോ. നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന കോഴിക്കോട്ട അല്ല കേട്ടോ, ഇതൊരു വെറൈറ്റി കോഴിക്കോട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് അരിപ്പൊടി വേണം, പിന്നെ നല്ല പഴുത്ത ചക്കപ്പഴം, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, തേങ്ങ, ശർക്കര, ജീരകപ്പൊടി, ഏലക്ക. ഇത്രയും സാധനങ്ങളാട്ടോ നമ്മുടെ ഈ ചക്ക വെച്ചുള്ള കോഴിക്കോട്ട ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചക്കപ്പഴം നന്നായിട്ട് കുക്കറിലിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഒരു വിസിലടിച്ചാൽ മതി, നന്നായിട്ട് പഴുത്ത പഴമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു വിസിലിന് മതിയാകും. പിന്നെ ചക്കപ്പഴത്തിന് മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ ശർക്കര കുറച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇനി അരിപ്പൊടി നമുക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഒഴിച്ചായിട്ട് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് കുഴയ്ക്കും, ഞാൻ സ്പൂൺ കൊണ്ട് കുഴയ്ക്കുന്നത്, കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ശരിക്കും കുഴച്ചെടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് വെളിച്ചെണ്ണ തൊട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്കിടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉരുളകൾ എടുക്കാം കേട്ടോ. വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഉണ്ടകളാട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് വലിയ ഉണ്ട എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്ങും കൂടി നിറച്ച് കഴിയുമ്പോൾ വലിയ ഉണ്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം ഒരു 10-12 എണ്ണമൊക്കെ വരാൻ പാകത്തിനുള്ള ഉണ്ട മതി. ഞാൻ ഇവിടെ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര ഒരു സ്വല്പം വെള്ളം ചേർത്ത് ഉരുക്കി മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് നട്ട്സും ബദാമും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് റോസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ഇടാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ 3/4 ഭാഗം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഈ തേങ്ങയൊന്നും ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ശർക്കരയൊന്നും ചേർത്തിട്ടില്ല, വളരെ കുറച്ച് ശർക്കര ചേർത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മധുരമുള്ള ചക്കയാണ്, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും. എന്താ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വേവിച്ച് വെച്ചതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിനകത്തെ വെള്ളം വറ്റണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നിറച്ച് ഇതിനകത്ത് വെള്ളമാണ്. ഇനി ഈ വെള്ളമെല്ലാം വറ്റി നല്ലൊരു കുഴമ്പ് പാകത്തിലാകുന്ന വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ജീരകപ്പൊടിയും ഏലക്കയും ഇടാം. ഞാനൊരു 4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇത് ചക്കയൊക്കെ വെള്ളം വറ്റി നന്നായിട്ട് കുഴമ്പ് പാകത്തിനായിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഫില്ലിങ് നിറക്കുന്ന സമയത്ത് വെള്ളം ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം വറ്റണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രം വയ്ക്കാം. ഇഡ്ഡലി പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് വാഴയില ഇതുപോലെ നിരത്തി കൊടുക്കാം. ഈ വാഴയില വെക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫില്ലിങ് നിറയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ഒരു വിണ്ട് കീറോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ശർക്കരപ്പാനി ഒഴുകി വെള്ളത്തിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പാത്രം കത്ത് പിടിക്കും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയില വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു തള്ളവിരൽ ഉപയോഗിച്ച് ശരിക്കും ഇതുപോലെ കുഴിയുണ്ടാക്കി നന്നായിട്ട് കുഴിച്ച് ഇതുപോലെ എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരിപ്രസ്സിനകത്ത് വെച്ച് പരത്തിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ കുഴിയുണ്ടാക്കി അതിനകത്തേക്ക് ഫില്ലിങ് നിറച്ചു. 1 സ്പൂൺ ഫില്ലിങ് ചെയ്തായിട്ട് നിറച്ചത്. ഇനി അതിന് ശേഷം ഇച്ചിരി വെള്ളം തൊട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിട്ടു പോന്നിട്ട് വലിയ വിടവ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തോടെ ഫില്ലിങ് ഒഴുകി വെള്ളത്തിൽ ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് വെള്ളം തൊട്ട് അതൊന്ന് ശരിക്കും ഒട്ടിച്ചു കൊടുത്താണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങുകളൊക്കെ ചെയ്തെടുക്കാം. നന്നായിട്ട് വെള്ളം തേച്ച് ഒട്ടിച്ചു കൊടുക്കണം, ഫില്ലിങ് ഒന്നും ഒഴുകി വരാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കോഴിക്കോട്ടയുടെ ഉള്ളിലും നമ്മളിപ്പോൾ ഫില്ലിങ് നിറച്ചിട്ടുണ്ട്. എന്നും നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ചുമ്മാ ഒരു കോഴിക്കോട്ടയിൽ കഴിക്കാറ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ചക്കപ്പഴം വെച്ചിട്ടുള്ള കോഴിക്കോട്ട എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാൻ ഇത് വേവിച്ചു കേട്ടോ. ഇനി ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ നമുക്ക് ഈ പപ്പടം കുത്തി വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ പപ്പടം കുത്തിയിൽ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ പപ്പടം കുത്തിയിൽ ഒന്നും പിടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഞാനത് വാങ്ങി വെച്ചു. അപ്പം എൻ്റെ കോഴിക്കോട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ എല്ലാവരും ഇനി ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ കോഴിക്കോട്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.